സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹമരണം സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി. നിയമപരമായ അന്വേഷണമാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. നീന്തലറിയാവുന്ന സ്വാമി മുങ്ങിമരിച്ചുവെന്ന വാദം സംശയകരമെന്ന് കോടതി പറഞ്ഞു. സ്വാമിയുടെ ദുരൂഹമരണം സംബന്ധിച്ച് നിയമപരമായ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. പ്രഥമ വിവര റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാതെ നടത്തുന്ന അന്വേഷണത്തിന് നിയമപരമായ എന്ത് പിൻബലമാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. കുറ്റകൃത്യം വെളിപ്പെട്ടാൽ മാത്രമേ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ച് അന്വേഷണം നടത്തൂവെന്ന സർക്കാർ നിലപാടിനെ കോടതി വിമർശിച്ചു. സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നീന്തലറിയാവുന്ന സ്വാമി മുങ്ങിമരിച്ചു എന്ന വാദം സംശയകരമെന്ന് കോടതി ആവർത്തിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിക്കാതെ എന്ത് അന്വേഷണമാണ് നടക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു. സാക്ഷിമൊഴികൾ മജിസ്ട്രേറ്റിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലെന്ന് ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വാദം കേൾക്കുന്നതിനുമായി കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. JDUവുമായി ചർച്ച നടത്തുന്നതിൽ ഒരു ദുരഭിമാനവുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. UDF വിടുന്ന കാര്യം തീരുമാനിക്കേണ്ടത് JDU ആണെന്നും കോടിയേരി വ്യക്തമാക്കി. ആഗ്രഹമുണ്ടെങ്കിൽ JDUവിന് തിരിച്ചുവരാമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. ചർച്ച ഏത് സമയത്ത് നടത്തുന്നതിനും CPM സന്നദ്ധമാണ്. നേരത്തെ തന്നെ അത്തരത്തിലുള്ള നിലപാട് പാർട്ടി കൈക്കൊണ്ടതാണ്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ജനതാദൾ യു ചർച്ചയ്ക്ക് സന്നദ്ധമാണെങ്കിൽ അവർ UDFുമായുള്ള ബന്ധം പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പാർട്ടികളുമെല്ലാം ആയിട്ട് തുടർന്നുള്ള തിരഞ്ഞെടുപ്പിലെല്ലാം യോജിപ്പുണ്ടാക്കാനുള്ള ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതാണ്. വരാൻ തയ്യാറുണ്ടെങ്കിൽ അല്ലേ? JDU കൂടെ വരാൻ പാടില്ലാത്ത വിഭാഗമാണെന്ന് കരുതുന്നില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. JDUവിന്റെ പിന്നാലെ വെറി പിടിച്ച് ഓടാനില്ലെന്ന് പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ UDFിൻ്റെ ഭാഗമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ UDFിൽ നിന്ന് വിടുന്ന നിലപാടുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നല്ലാതെ ഇപ്പോൾ UDFിൻ്റെ ഭാഗമായിരിക്കുന്നൊരു പാർട്ടിയുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകും. അങ്ങനെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറയാനേ ഇടയില്ല. ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ഈ ജനതാദൾ യു എന്ന് ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളതിനൊരു വെറി പിടിച്ച് അവരെ പിന്നാലെ ഓടാനൊന്നും തയ്യാറല്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് സംബന്ധിച്ച് പറഞ്ഞോളൂ. എനിക്കിപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നമ്മൾ പാർട്ടി ആലോചിച്ചാൽ മാത്രമല്ലേ അഭിപ്രായം പറയേണ്ടതുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. മുൻ MLA MK പ്രേംനാഥിനെ JDS ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും ഒഴിവാക്കി. അച്ചടക്ക നടപടിയുടെ ഭാഗമായി പ്രേംനാഥിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയതായി JDS ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലി കൊച്ചിയിൽ പറഞ്ഞു. കേരളത്തിലെ നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ MP വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്തുകയും JDS-JDU ലയനം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിനെതിരെയാണ് ദേശീയ നേതൃത്വം നടപടിയെടുത്തത്. I think he is not authorized to make any such a statement. The central leadership has taken note of it and issued a show cause notice to him. The national president of Janata Dal Secular has authorized me to inform him that he has been dropped from the membership of the national executive for a time being. തന്നെ സസ്പെൻഡ് ചെയ്ത JDSന്റെ നടപടി തെറ്റെന്ന് NK പ്രേംനാഥ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും പ്രേംനാഥ് വ്യക്തമാക്കി. യാതൊരു അച്ചടക്ക ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല. ജനതാദൾ പരിവാർ ശക്തികളെ ഒന്നായി നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ശ്രീ വീരേന്ദ്രകുമാറുമായി ഞാൻ ഒരു രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിനെപ്പറ്റി പത്രക്കാരോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യേണ്ടത് 2 പാർട്ടികളുടെയും നേതാക്കന്മാരാണ്. അത് ഞാനുമായി യാതൊരു ബന്ധമില്ല എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ചരക്ക് സേവന നികുതി ബില്ലിൽ കേന്ദ്ര സർക്കാർ അയയുന്നു. പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം വ്യക്തമാക്കി. സമവായത്തിന് ശേഷം ബില്ല് അവതരിപ്പിക്കൂ എന്ന് ഉറപ്പ് ലഭിച്ചതായി കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു. But with regard to GST in particular, we have said that we have made it clear time again, both my colleague and myself and other colleagues, and most recently during the off session, Mr. Rahul Gandhi, the Vice President of the Congress Party, has said and made amply clear that GST was our bill and we are ready for discussion, and it is the government
of the day, which is not coming forward to have a discussion with the Congress party or for that matter with any other political party, and they have never discussed with us. And we have very genuine concerns. Those concerns should be taken on board. And തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ നിർണായക UDF യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, ബാർക്കോഴയിൽ കുരുങ്ങി KM മാണി രാജിവെച്ചതിന് ശേഷമുള്ള ആദ്യ UDF യോഗമാണ്. എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് ചർച്ചാ വിഷയം? UDF യോഗം അല്പം മുമ്പ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ആരംഭിച്ചു. പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘടകകക്ഷികൾ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു UDF നേതൃത്വത്തിനെതിരെ, കോൺഗ്രസിനെതിരെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനതാദൾ നേതൃത്വം തങ്ങളെ പിടിച്ച് തോൽപ്പിക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു, അല്ലെങ്കിൽ പല ജില്ലകളിലും അത്തരത്തിൽ സമീപനം സ്വീകരിച്ചു എന്ന ആക്ഷേപം അവർ ഇന്നലെ ഉന്നയിച്ചിരുന്നു. ആ വിഷയം പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ KM മാണിക്ക് ഇരട്ട നീതിയാണ് ഉള്ളത്. KM മാണിയുമായി ബന്ധപ്പെട്ട് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരട്ട നീതിയാണ് KM മാണിയോട് കാണിച്ചത് എന്ന ഒരു നിലപാടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ട്. ഈ വിഷയം ഇന്ന് യോഗത്തിൽ KM മാണി ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. K ബാബുവിന് ഒരു നീതിയും KM മാണിക്ക് മറ്റൊരു നീതിയും എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. അതോടൊപ്പം RS ടീം തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെയുള്ള ആവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നു. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പല സ്ഥലത്തും മനഃപൂർവ്വം തോൽപ്പിച്ചു എന്നുള്ള സമീപനം RS നേതാക്കൾക്കും ഉണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെയും യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിനകർ, പ്രത്യക്ഷ സാഹചര്യത്തിൽ JDU മുന്നണി വിടാനുള്ള സാധ്യതയുണ്ടോ? JDU മുന്നണി വിടാനുള്ള സാധ്യത ഇപ്പോൾ നിലവിൽ ഇല്ല. എന്നാൽ പോലും അവർ കടുത്ത അസംതൃപ്തിയിലാണ്. കാരണം LDF ഉണ്ടായിരുന്ന പരിഗണന ഇപ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന കടുത്ത നിലപാട് അവർക്ക് ഉണ്ട്. LDFിൽ നിന്നപ്പോൾ ജയിച്ച സീറ്റുകളിൽ അതിന്റെ പകുതി പോലും ജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തങ്ങൾക്കുണ്ട് എന്ന ഒരു വികാരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് MP വീരേന്ദ്രകുമാർ പരാജയപ്പെട്ട സാഹചര്യത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ ഇപ്പോഴും നടപടി ഉണ്ടാകാത്തതും അവർക്ക് ആമർശത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതും ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ നിർണായക UDF യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് കാലുവാരിയെന്ന വിമർശനം JDUവും RSPയും ഉന്നയിച്ചേക്കും. ബാർ കേസിൽ KM മാണിക്കും കോൺഗ്രസ് മന്ത്രിമാർക്കും രണ്ട് നീതിയെന്ന വിമർശനം കേരള കോൺഗ്രസും ഉന്നയിക്കും. ഇതിന്റെ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ദിനകർ നൽകിയത്. കേരളത്തിലെ CPIMന്റെ പ്രവർത്തനങ്ങളെ IB നിരീക്ഷിക്കണമെന്ന് PK കൃഷ്ണദാസ്. CPIM വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും PK കൃഷ്ണദാസ് ആരോപിച്ചു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മറിയ, RSSന്റെ നിർദ്ദേശപ്രകാരമാണ് BJP നേതാവ് PK കൃഷ്ണദാസ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കിരൺ റിജിജുവിന് ഇത്തരത്തിലുള്ള ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ CPIMന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രം നിരീക്ഷിക്കണം എന്ന വളരെ ഗൗരവകരമായ ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ PK കൃഷ്ണദാസ് ഈ കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവിന് ഈ കത്ത് കൈമാറുകയും ചെയ്യും. ഇവിടെ കൃഷ്ണദാസ് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേരളത്തിൽ CPIM വർഗീയ കലാപത്തിന് ലക്ഷ്യമിടുന്നുണ്ട്. കേരളത്തിലെ പാക് തീവ്രവാദി സംഘടനകളുമായി CPMന് ബന്ധമുണ്ട്. ഇത്തരത്തിൽ ഈ സംഘടനകളുമായി ചേർന്നുകൊണ്ട് വർഗീയ സംഘർഷം ഉണ്ടാക്കുകയും അതുവഴി ന്യൂനപക്ഷ വോട്ടുകൾ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും CPMനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല ഗൂഢാലോചനകളും CPM കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിനാവശ്യമായ തെളിവുകൾ പാർട്ടിയുടെ കയ്യിലുണ്ട്, BJPയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ CPIMനെ കേന്ദ്രം കർശനമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തണം എന്നാണ് PK കൃഷ്ണദാസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM പോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യകളുള്ള അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടിയെ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് നിരീക്ഷണം നടത്തിപ്പിക്കണം, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിപ്പിക്കുക എന്നുള്ള വളരെ ഗൗരവകരമായ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേരാത്ത തരത്തിലുള്ള ഒരു പ്രവണത, ഒരു കാര്യം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറിയ, കൊപ്രാക്കളത്തിലെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ദേവസ്വം ബോർഡിന്റെ വർഷങ്ങളായുള്ള വാക്ക് പാഴ്വാക്കായി തുടരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട 500ഓളം തൊഴിലാളികളാണ് സന്നിധാനത്തെ കൊപ്രാക്കളത്തിൽ പണിയെടുക്കുന്നത്. അതേസമയം ആർക്കും പ്രയോജനമില്ലാത്ത ഹൈടെക് വികസനത്തിനായി കോടികളാണ് ദേവസ്വം ബോർഡ് ചെലവാക്കുന്നത്.
ഓരോ തീർത്ഥാടന കാലത്തും സന്നിധാനത്തെ കൊപ്രാക്കളത്തിലെ ദുരിതങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും. എങ്കിലും വർഷങ്ങളായി തുടരുന്ന തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് യാതൊരു പരിഹാരവുമില്ല. 500ഓളം തൊഴിലാളികളാണ് തുച്ഛമായ ശമ്പളത്തിൽ കൊപ്രാക്കളത്തിൽ ദുരിത ജീവിതം നയിക്കുന്നത്. പൊട്ടിയൊലിക്കുന്ന കക്കൂസ് മാലിന്യങ്ങൾക്ക് നടുവിലൂടെയാണ് തലച്ചുമടുമായുള്ള തൊഴിലാളികളുടെ ദുരിതയാത്ര. ചുട്ടുപൊള്ളുന്ന വെയിലിലും കോരിച്ചൊരിയുന്ന മഴയത്തും ചോർന്നൊലിക്കുന്ന ടാർപോളിംഗ് മേൽക്കൂരയ്ക്ക് കീഴിലാണ് തൊഴിലാളികളുടെ വിശ്രമം. അധികൃതരോട് പരാതി പറഞ്ഞു മടുത്തുവെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നു. തൊഴിലാളികളെ വെറും കഴുതയെക്കാട്ടും പന്നിയെക്കാട്ടും ഇതാണ് ഈ തൊഴിലാളികളെ ദേവസ്വം കൂടി ചെയ്യുന്നത്. പുറത്തെ ദുരിതങ്ങളെക്കാൾ ഭീകരമാണ് കൊപ്ര ശേഖരിക്കുന്ന ഈ ഇടനാഴിയിലെ കാഴ്ചകൾ. ശുദ്ധവായു കടക്കാത്ത, സൂര്യപ്രകാശം ഏൽക്കാത്ത ഗുഹയ്ക്കു സമാനമായ ഈ ഇടനാഴിയിലാണ് 24 മണിക്കൂറും തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന എക്സോസ്റ്റർ ഫാനുകൾ പണിമുടക്കിയിട്ട് വർഷങ്ങളായി. തലയ്ക്ക് മുകളിൽ അപകടത്തിന്റെ സൈറൻ മുഴക്കി നിൽക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റ് മേൽക്കൂര. അങ്ങനെ ദുരിതങ്ങളുടെ പട്ടിക നീളുകയാണ്. ഹെൽത്ത് സെന്ററിൽ പോലും എന്തെങ്കിലും നോക്കിയിട്ടില്ല. ഈ പനി അഴുക്കും പിടിച്ച് എത്ര ദിവസം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും നിയമങ്ങൾ മാത്രം മതി. കൊപ്രയിൽ നിന്നും കോടികളാണ് ഓരോ തീർത്ഥാടന കാലത്തും ദേവസ്വം ബോർഡ് വസൂലാക്കുന്നത്. എന്നാൽ ആ കോടികളുടെ ഒരു അംശം പോലും തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ചിലവഴിക്കുന്നില്ല. ആർക്കും വേണ്ടാത്ത വികസനങ്ങൾക്കായി കോടികൾ പാഴാക്കുമ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ മാത്രം ബോധപൂർവം അവഗണിക്കുകയാണ് എസിയിലിരുന്ന് ഭരണം നടത്തുന്ന അധികാരികൾ. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം DG മിനീഷ് കുമാർ.